ഹായ് നമസ്കാരം. ഇന്ന് ഞാനൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. അരി കൊണ്ടുള്ള പായസം വെക്കാൻ ഏറ്റവും നല്ല അരി കുഞ്ഞെല്ലിൻ്റെ അരി, ജീരകശാല, പിന്നെ ഏത് ഉണക്കലരിയും ഉപയോഗിക്കാം. അതൊന്നും ഇല്ലെങ്കിൽ പച്ചരി ഉപയോഗിക്കാം, പിന്നെ നുറുക്കരി ഉപയോഗിക്കാം. ഞാനിവിടെ ഉണക്കലരി വെച്ചിട്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. ഒരു 200 ml ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഇതാ, പിന്നെ ഒരു ഏകദേശം അര ഗ്ലാസ് കൃത്യമായിട്ടില്ല ഉണങ്ങലരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1-ാം പാല്. നല്ല തേങ്ങക്ക് നല്ല പാലുണ്ടായിരുന്നു. ഇത് 2-ാം പാല്. 3-ാം പാല് കുറച്ച് കൂടുതലുണ്ട്. ഈ 3-ാം പാലിലാണ് അരി വേവിക്കുന്നത്. ഇത് ഏകദേശം ഒരു 4.5 ഗ്ലാസ്സോളം ഉണ്ടാവും. ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഈ ഉണങ്ങലരി കഴുകി അരിക്കണം. ചിലപ്പോൾ ഉണക്കലരിയിൽ കല്ലുണ്ടാവും. ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഉണക്കലരി കഴുകി അരിച്ച് കൊണ്ടുവരട്ടെ. ഞാൻ 3-ാം പാൽ അടുപ്പത്ത് വെച്ചു. ഇനി അരി കഴുകണം. അരി കഴുകി ഇനി ഇതിലിട്ട് കൊടുക്കാം. നമ്മുടെ തന്നെ കൃഷി ചെയ്ത അരിയല്ലാന്നെങ്കിൽ ആ ഒരു വെള്ളത്തിൽ കഴുകി അരിച്ചാൽ മതി. അങ്ങനെ കഴുകി കളയണമെന്നില്ല. ഇനി ഇത് വേകുമ്പോഴേക്ക് ശർക്കര അഥവാ വെല്ലം ഇതൊന്ന് ഇളക്കിയിട്ട് കയ്യിൽ അതിൽ തന്നെ വെക്കലാണ്. തിളച്ച് മറിയണ്ട. വെല്ലെല്ലാം എടുക്കാൻ പോകുന്ന സമയത്ത് തിളച്ച് മറിയുന്നതിൽ കയ്യിൽ വെച്ചാൽ മറിയില്ല. ഞാനൊരു 7 അണി വെല്ലം എടുത്തിട്ടുണ്ട്. ഇത് നല്ല വെല്ലമാണ്. ഈ വെള്ളത്തിൽ കുമ്മായം കൂടുതലാണെന്നാണ് പറയുന്നത്. അതിലൊരു അര ഗ്ലാസ്സിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കാൻ വെക്കുന്നുണ്ട്. തിളച്ചു. ഇനി സിമ്മിലിട്ട് കൊടുക്കാം. ഞാൻ തീ കുറച്ചിട്ട് ഇത് തിളച്ചു. തീ കുറച്ചിട്ട് ഇങ്ങനെ ഒരു പകുതി അടച്ചു കൊടുത്തു. എന്നാൽ തിളച്ചു മറിയില്ലല്ലോ. കുറച്ച് വേഗത്തിൽ വേവുകയും ചെയ്യും. എൻ്റെ ഈ ഉരുളി ഉണ്ടല്ലോ, അപ്പോൾ വളരെ പഴയ ഉരുളിയാണ്. ഞാൻ എപ്പോഴും വിറകടുപ്പിൽ വിറക് നല്ലോണം കത്തിച്ച് പുട്ടുപൊടി വറക്കുന്നതുകൊണ്ട് വല്ലാത്തൊരു കറ. പിന്നെ കഴുകിയിട്ട് ഇങ്ങനെ കമിഴ്ത്തി വെക്കുകയില്ല. ഇന്നലെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പൊടിയും ഉപ്പും കൂട്ടി നല്ലോണം ഉരച്ച് കഴുകി. അപ്പോൾ കുറേ കളർ വന്നിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. ഞാൻ ഈ 3-ാം പാല് കൂടുതലുള്ളത് കൊണ്ടാണ് 3-ാം പാലിൽ തന്നെ അരി വേവിച്ചിന്. വെള്ളത്തിൽ വേവിക്കുന്നതും നല്ല തന്നെ. ഈ ഉണക്കലരി പെട്ടെന്ന് വേവുന്നത് കൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിക്കാൻ. ഈ പായസത്തിൽ ഞാൻ 50 ml കുറവായിട്ട് പശു നെയ്യ്, ജീരകം ഒരു നുള്ള്, അതിൻ്റെ അളവ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. പിന്നെ ചെറിയൊരു കഷ്ണം ചുക്ക്, 7 ഏലക്കായ, കുറച്ച് പഞ്ചസാര. ഇത് പൊടിയാൻ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിക്കലാണ്. അരി വേവുമ്പോഴേക്കും ഇത് പാത്രത്തിൽ പിടിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് തുറന്ന് നോക്കണം. പുതിയ അരിയല്ലാന്നെങ്കിലുണ്ടല്ലോ പാത്രത്തിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇടയ്ക്ക് തുറന്നിട്ട് നോക്കണം. ഇതിങ്ങനെ ഇളക്കി നോക്കണം. അന്നേരം അടിക്ക് പറ്റാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നുമല്ലോ ഇളക്കുന്ന സമയത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ വേവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഇളക്കി കൊടുക്കേണ്ട ഒരു പാകത്തിലാണ് ഉള്ളത്. നമ്മൾ ശർക്കരപ്പാനി ഇപ്പോൾ റെഡിയായി. ഇനി ഇത് അരിക്കണം. ഞാനിനി കുറച്ച് സമയം ഇളക്കി കൊടുക്കല, അല്ലെങ്കിൽ ഇത് അടിക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. കുറച്ചുകൂടി വേവണം. അത്രയായിട്ടുള്ളൂ. അരി അടുപ്പത്തിട്ടിട്ട് ശർക്കരപ്പാനി ആകുന്ന സമയമായല്ലോ. അരി വെന്തിന് കുറച്ചുകൂടി വേവണം. 2 മിനിറ്റ് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. പായസം വെക്കാൻ അത്ര വലിയ വിഷമമൊന്നുമില്ല. തേങ്ങാപ്പാലെടുക്കുന്ന വിഷമം. നല്ലൊരു പുതിയ തോർത്തുണ്ടെങ്കിൽ തേങ്ങാപ്പാലെടുക്കാൻ വളരെ എളുപ്പമാണ്. ഈ തേങ്ങാപ്പാലെടുക്കാനായിട്ട് അപ്പം തോർത്ത് മാറ്റി വെച്ചാൽ മതി. അരി വെന്തു. ഇനി സ്റ്റവ് ഓഫ് ചെയ്യലാണ്. ഞാൻ ഇളക്കേണ്ട സൗകര്യത്തിന് ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അടി കട്ടിയുള്ള ഏത് പാത്രമായാലും മതി. ഞാനിത് ഉരുളിയിലേക്ക് മാറ്റി. ഇനി ഇതിന് പകുതി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റവ് കത്തിച്ചിട്ടില്ല.
നെയ്യ് ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അരിച്ച ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. സ്റ്റവ് കത്തിച്ചിട്ട് ഉള്ളത് ഇനി ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ച് ഇനി കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത്രയും പൊഴിയേ ഉണ്ടായി. ഇതെല്ലാം ഒന്ന് യോജിക്കണം. ശർക്കരപ്പാനി ചേർത്ത് പായസം നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി 2ാം പാൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കുറുകണം. 2ാം പാൽ ഒഴിച്ച് പായസം കുറുകിയതിന് ഏലക്കപ്പൊടിയും പഞ്ചസാരയും ചുക്കും ജീരകെല്ലാം കൂടി അത് ചേർത്ത് കൊടുത്തു. ഇനി 1ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തു. നമ്മുടെ പായസം റെഡിയായി. നല്ല തേങ്ങാപ്പാലിൻ്റെ കളറായി. ഇപ്പോൾ ഈ തേങ്ങ ഭയങ്കര പാലായിരുന്നു. ഞാൻ പാലുണ്ടാകാൻ വെച്ചിട്ട് 3 എടുത്ത് നോക്കുമ്പോൾ നല്ലോണം പാൽ. അത് തേങ്ങാപ്പാലിൻ്റെയും മധുരത്തിൻ്റെ എല്ലാം അളവ് കൂട്ടുകയോ കുറക്കുമല്ലോ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുക. ഇതൊരു നല്ല പായസമാണ്.